നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തത്തിന് ഇരകളായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മലയാളി സമൂഹം. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു. അപ്രതീക്ഷിതമായി സംഭവിച്ച ദുരിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരും ജീവിതം അനിശ്ചിതത്വത്തിൽ ആയവരുമായ മനുഷ്യരുടെ വേദനയിൽ സമാജം പങ്കുചേരുന്നതായി പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടത്തുന്ന കേരള കേന്ദ്ര സർക്കാർ ഏജൻസികളുടെയും നാട്ടുകാരുടെയും പ്രവർത്തനം സമാനതകളില്ലാത്തതാണെന്നും യോഗം വിലയിരുത്തി. രക്ഷാപ്രവർത്തകരോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നുവെന്നും വിവിധ ലോക കേരള സഭാ മെമ്പർമാർ, സംഘടനാ പ്രതിനിധികൾ എന്നിവരും സംസാരിച്ചു. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ ചേർത്തുപിടിക്കാനും സാന്ത്വനം നൽകാനും INL സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം IMCC സൗദി നാഷണൽ കമ്മിറ്റി നൽകുന്ന സഹായ പദ്ധതിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് രൂപം നൽകി. സൈനുദ്ദീൻ അമാനിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗം നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹനീഫ് അറബി സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് സയ്യിദ് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. IMCC ഹജ്ജ് വോളണ്ടിയർ ക്യാപ്റ്റൻ സജിമോൻ തൈപ്പറമ്പിനെയും വോളണ്ടിയർമാരെയും അഭിനന്ദിച്ചു. വയനാട് ആശ്വാസ ഫണ്ട് സയ്യിദ് കള്ളിയത്ത് നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ചവരെ സഹായിക്കാൻ ഇൻഗാസ് സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചു. UAE വിവിധ സ്റ്റേറ്റ് കമ്മിറ്റികളുടെ സഹകരണത്തോടെ 10 വീടുകളും ആദ്യ ഗഡു ധനസഹായമായി 5 ലക്ഷം രൂപയും നൽകാനാണ് യോഗം തീരുമാനിച്ചത്. KPCCയുമായി സഹകരിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.